നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. KSRTCയിൽ നിന്ന് ഒരു പൈസ പോലും മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണേണ്ട. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട കത്ത് നൽകിയിട്ടില്ലെന്നും കിട്ടിയാൽ സന്തോഷമെന്നും ഗണേഷ് അറിയിച്ചു. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ, തൊഴിലാളികളുടെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഗതാഗത വകുപ്പാണെന്നത് പറഞ്ഞത്, അതുകൊണ്ട് തീർച്ചയായും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. KSRTC വളരെ മോശം അവസ്ഥയിലാണ്. ഒരു പരിധിവരെ നന്നാക്കാൻ പറ്റും. അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവിധ ക്രമക്കേടുകളും ഇല്ലാതാക്കാം. എന്റെ ലക്ഷ്യം തന്നെ അഴിമതി ഇല്ലാതാക്കുകയാണ്. എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക. വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവിൽ നിയന്ത്രണം കൊണ്ടുവരിക. KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെയുള്ള നടപടികൾ ആയിരിക്കും. ശരിക്കു പറഞ്ഞാൽ ബിവറേജസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ലോട്ടറി എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമേ നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ പരിപൂർണമായി അവഗണിക്കുകയും കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവെക്കുകയുമൊക്കെ ചെയ്യുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളെ പിഴിയാതെ എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നത് സംബന്ധിച്ച ചില ആശയങ്ങളുണ്ട്. 3 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളെക്കാൾ ഗ്രാമീണ മേഖലകളിൽ ചെറിയ ബസ്സുകൾ വാങ്ങുക. അതിന് 7 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. കേരളത്തിലെ എല്ലാ ഗ്രാമീണ മേഖലകളിലും ബസ്സുകൾ ഉറപ്പാക്കുന്ന പദ്ധതി കൊണ്ടുവരും, ഗണേഷ് പറഞ്ഞു. മന്ത്രിസഭയിലെ ചെറിയ കാലയളവ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകില്ലെന്ന് നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണെന്നും അത് എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും KB ഗണേഷ് കുമാറും ഇന്ന് ചുമതലയേൽക്കും. വൈകിട്ട് രാജ്ഭവനിൽ ഒരുക്കിയ പന്തലിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതേസമയം മന്ത്രിയായി സ്ഥാനമേൽക്കുന്ന KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ല. ഇക്കാര്യം ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയും ചെയ്തു. സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് B കത്ത് നൽകിയിരുന്നു. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പാണ് ഗണേഷിന് ലഭിക്കുക. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായാണ് വീണ്ടും രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാം പിണറായി മന്ത്രിസഭയിൽ എത്തുന്നത്. ആന്റണി രാജു ഉപയോഗിച്ചിരുന്ന ഓഫീസ് കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർകോവിലിന്റേത് ഗണേഷിനും നൽകും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓഫീസ് തന്നെയാണ് കടന്നപ്പള്ളിക്ക് കിട്ടുക. വൈകിട്ട് 4-നാണ് ഗണേഷും കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഔദ്യോഗിക വസതി വേണ്ടെന്ന് ഗണേഷ് അറിയിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. 22 വർഷം മുൻപ് അച്ഛൻ R ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായാണ് ഗണേഷ് ആദ്യമായി മന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. 22 മാസത്തിന് ശേഷം കുറ്റവിമുക്തനായ അച്ഛനു വേണ്ടി സ്ഥാനമൊഴിയുകയും ചെയ്തു. സിനിമയിൽ സജീവമായി നിന്ന കാലത്താണ് 2001-ൽ കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് മത്സരിക്കുന്നത്. 5 തവണ പത്തനാപുരത്ത് പ്രതിനിധീകരിച്ചു. 3-ാം തവണയാണ് മന്ത്രി പദവി ലഭിച്ചത്. ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി. 2-ാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം, സിനിമാ മന്ത്രിയായി. LDF-ലെത്തിയപ്പോൾ ആദ്യ തവണ MLA ആയി നിൽക്കേണ്ടി വന്നു. 2-ാം പിണറായി സർക്കാരിൽ ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനപ്രകാരമാണ് ഗണേഷ് മന്ത്രിയാകുന്നത്. 1980-ൽ ഇരിക്കൂറിൽ നിന്ന് MLA ആയെങ്കിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി ആദ്യമായി മന്ത്രിയായത് 29 വർഷങ്ങൾക്ക് ശേഷമാണ്. VS അച്യുതാനന്ദൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് നൽകി കടന്നപ്പള്ളിയെ മന്ത്രിസഭയിൽ എത്തിച്ചിരുന്നു. 2016-ൽ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തു. 3-ാം തവണ മന്ത്രിയാകുന്നത് 2.5 വർഷം ഇടവേളയ്ക്ക് ശേഷമാണ്. AK ആന്റണിയോടൊപ്പം ഇടതുപക്ഷത്തെത്തിയ കടന്നപ്പള്ളി ആന്റണി പിന്നീട് മുന്നണി മാറിയപ്പോൾ ഇടതുതാവളത്തിൽ തുടരുകയായിരുന്നു. 2 തവണ ദേവസ്വം വകുപ്പും 1 തവണ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്ത കടന്നപ്പള്ളിക്ക് ഇത്തവണ തുറമുഖ വകുപ്പ് ലഭിക്കും.